ആം, ഇന്നത്തെ കാലത്ത് നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ടുള്ള 2 കൊലപാതകങ്ങൾ ഇപ്പോൾ റീസെൻ്റ്ലി വളരെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിനോടവലംബിച്ച് വന്നിട്ടുള്ള പല ന്യൂസുകളും ഒക്കെ പറയുന്നുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ വഴിതെറ്റി പോകുന്നു, നമ്മുടെ കുഞ്ഞുമക്കൾ, കുഞ്ഞു സമൂഹം മൊത്തം എന്താ പറയുക, എന്തോ ഒരു അപരാധത്തിലേക്ക് പോയ പോലെയൊക്കെ അത് ചിലപ്പോഴൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളെ മാതിരിയുള്ള മുതിർന്ന ആളുകൾ ഇനി ഇതിങ്ങനെ ന്യൂസിലൊക്കെ പറഞ്ഞ് കുട്ടികളെ ഭയപ്പെടുത്തി നമ്മുടെ കുഞ്ഞു സമൂഹത്തിന് ഒരു നന്മകളും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. പിന്നെ ചില പുഴുക്കുത്തുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അത് നമ്മൾ കണ്ടെത്താൻ ഇപ്പോഴുള്ള കാലത്തുള്ള സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും പോലീസ് സംവിധാനങ്ങളൊക്കെ ഉണർന്ന് പ്രവർത്തിച്ചാൽ ഇതൊക്കെ സാധിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. നമ്മുടെ രക്ഷാകർത്താക്കൾ തന്നെ എത്രയോ സ്കൂളുകളിൽ സമിതികളായിട്ടൊക്കെ ഉണ്ട്. അവർ തന്നെ ഒന്ന് ക്രിയാത്മകമായിട്ട് രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, ചില ഹാബിറ്റ്സുകൾ, ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഒരു കുട്ടിയുടെ ഒരു ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ ആ ബർത്ത്ഡേയിൽ നമ്മൾ മിഠായി കൊടുത്തയക്കുന്ന അതിനെ ഒരു അല്ലെങ്കിൽ കേക്ക് കട്ട് ചെയ്യിച്ച് അത് ഒരു ആചാരം, ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. അപ്പോൾ പലരും ഇതൊക്കെ ഇതേപോലെ തന്നെയൊക്കെയോ നമ്മുടെ കുഞ്ഞുമക്കളിലേക്ക് എത്തുന്നുണ്ടാവും. അവരുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടും ചോക്ലേറ്റ്സ് കൊടുത്തിട്ടൊക്കെ തന്നെയാവും അവർ എത്തുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഒരു അതിൽ കൂടെയൊക്കെയാണ് വരുന്നതെന്നാണ് എനിക്ക് പല ന്യൂസുകളും കാണുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. അതൊക്കെ അവോയ്ഡ് ചെയ്ത് നമ്മുടെ കുഞ്ഞു സമൂഹം വളരെ ശക്തരാണ്, ഒരുപാട് ക്രിയേറ്റീവാണ്. അവരെ ഇനിയും പരിപോഷിപ്പിച്ചെടുത്ത് നല്ലൊരു സിറ്റിസണായിട്ട് മാറ്റിയെടുക്കാനുള്ള എല്ലാ സംവിധാനവും നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ഒരു സംഭവങ്ങളോട് കൂടിയിട്ടൊന്നും നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും എവിടേക്കും വഴിയേറ്റി പോകുന്നില്ല. അപ്പം നമ്മൾ ശക്തമായിട്ട് അവരുടെ കൂടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളായിട്ട് എന്തെങ്കിലും നന്മകൾ ഈ സമൂഹത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് നമ്മൾ തന്നെ അവരെ ക്രിയേറ്റീവായിട്ട് മുന്നോട്ട് നടത്തണം. അങ്ങനെ ഒരു ഡിസിഷനാണ് ഇപ്പം ഈ അവസരത്തിൽ നമ്മൾ പൊതുസമൂഹം എടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു.